ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ആലോചന വന്നു, രണ്ടാം UPA സർക്കാർ ഇത് പ്രൈവറ്റ് സെക്ടർ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി ഒരു കോച്ച് ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അത് VS ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ VS ഗവൺമെന്റ് പറഞ്ഞു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാനല്ല, നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് സ്ഥലം തന്നിട്ടുള്ളത്, അങ്ങനെ നിങ്ങൾ ഇത് പ്രൈവറ്റ് സ്ഥാപനത്തിനാണ് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് സ്ഥലത്തിന്റെ വില തരണം എന്ന്. പക്ഷെ അത് അവർ ചെയ്തു. അന്ന് കേരള ഗവൺമെന്റ് റെയിൽവേക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് കൊടുത്ത സ്ഥലത്തിനുള്ള വില കേരള ഗവൺമെന്റിന് തിരിച്ചു കൊടുത്തു. എന്നിട്ട് ആ സ്ഥലം റെയിൽവേയുടെ മാത്രമാക്കിയിട്ട് അവര് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഉണ്ടല്ലേ? ഞാൻ അത് രണ്ടാമത് ചോദിക്കാനിരിക്കാന്ന്. എന്നാ പിന്നെ ആ സ്ഥലം നമുക്ക് മറ്റെന്തെങ്കിലും ഇതെപ്പോഴും റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിലാ, അവരുടെ കീഴിലാണ്. നമ്മളന്ന് ഈ പ്രൈവറ്റ് സെക്ടറിൽ ഇല്ല, അവരുടെ DPR വന്നപ്പോ 250. നമ്മൾ ചോദിച്ചു എത്ര സ്ഥലമാണ് നിങ്ങൾക്ക് ആക്ട്, അന്നൊരു അപ്രോക്സിമേറ്റ് ആണല്ലോ 500 ഏക്കർ എന്ന് പറഞ്ഞു. നമ്മള് അതിനു വേണ്ടി എൻവിസേജ് ചെയ്തു 500 ഏക്കർ. പക്ഷെ പിന്നീട് റെയിൽവേ ആയിട്ട് കത്തർപാടുകൾ നടന്നപ്പോ ആക്ച്വലി നിങ്ങൾക്ക് എത്ര ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോ 250 ഏക്കർ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ 250 ഏക്കർ മാത്രമേ അക്വയർ ചെയ്തുള്ളൂ. ആ അക്വയർ ചെയ്തിട്ടുള്ള സ്ഥലം റെയിൽവേക്ക് അതിന്റെ ഡോക്യുമെന്റ് ഒക്കെ റെയിൽവേക്ക് ഹാൻഡ് ഓവർ ചെയ്തു ഗവൺമെന്റ്. റെയിൽവേയുടെ പ്രോപ്പർട്ടി ആയിട്ട് കൊടുത്തു. പൈസ കിട്ടിയത് ഈ കാരണം കൊണ്ടാണ്. അതായത് ആ ഒരു പ്രൈവറ്റ് സെക്ടർ ആണ് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് സെക്ടർ എന്താണെന്ന് ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റിന് തരില്ല ഞങ്ങളുടെ സ്ഥലം. അത് ചെയ്തൂല. പക്ഷെ അവരൊരു കാണിച്ചെന്നാ റെയിൽവേ ഈ സ്ഥലത്തിന് പൈസ കൊടുത്തു തിരിച്ചു കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞു ഗവൺമെന്റ്. നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് തരാം, പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിന് വില വേണം. 3 വർഷം അവസാനം മിച്ചം വരുന്ന ഒരു 250 ഏക്കർ റെയിൽവേക്ക് ഒന്നും നമുക്ക് അവിടെ റെയിൽവേക്ക് വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ പൊളിറ്റിക്കൽ വിൽനെസ് വേണ്ട. അവർക്ക് ഇന്നത്തെ യൂണിയൻ ഗവൺമെന്റിന് കേരളത്തിൽ പൊതുവിൽ വിശേഷിച്ചും പാലക്കാട് എന്തിനാണ് അവരിങ്ങനെ ഒരു ഹ്യൂജ് പ്രോജക്ട് എന്തിനാ അവർ ചെയ്യുന്നതെന്ന് അവർ ആലോചിക്കുമല്ലോ. ഇവരൊക്കെ അത്ര സങ്കുചിതമായിട്ടുള്ള ചിന്തിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി ഇത് നമ്മളൊരു തെക്കേ അറ്റം ആയതുകൊണ്ടാണ് ഈ കോച്ച് ഫാക്ടറി പിന്നീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് അല്ല, അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഈ കോച്ച് ഫാക്ടറിക്ക് വേണ്ടി എൻവിസേജ് ചെയ്തിട്ടുള്ള സ്ഥലം ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ലൈൻ കടന്നു പോകുന്ന സ്ഥലമാണ്. റെയിൽ കണക്ടിവിറ്റി ഉണ്ടാവണം എന്നേ ഉള്ളൂ കോച്ചിന്. കോച്ച് ലോറി കയറ്റി കൊണ്ടുപോകണേക്കാൾ എളുപ്പം റെയിൽ കൂടെ തന്നെ പോണത്. അതെ. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് ഈ സ്ഥലത്തിനോട് ചേർന്ന ഈ സ്ഥലത്തിൽ കൂടെ പോകുന്നത്, നമ്മൾ എൻവിസേജ് ചെയ്ത സ്ഥലത്തിൽ കൂടെ ഒന്നാമത്. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഒരു സ്ഥലം ഒരു ടൗൺഷിപ്പോ അതിന്റെ ഭാഗമായി ഡെവലപ്മെന്റോ വരുമ്പോ അതിന് പറ്റുന്ന ഏറ്റവും നല്ല നാഷണൽ ഹൈവേ ഉള്ള സ്ഥലം. മൂന്നാമത് ഒരു 40-45 മിനിറ്റ്സ് കൊണ്ട് എത്താവുന്ന ഡിസ്റ്റൻസിൽ എയർപോർട്ട് ഉണ്ട്. 2 പ്രധാനപ്പെട്ട സിറ്റികൾ കോയമ്പത്തൂർ, കൊച്ചി ഇതിൻ്റെ ഇടയിൽ. ഇങ്ങനെയൊക്കെ ഐഡിയലാണ് സ്ഥലമൊക്കെ തുടങ്ങാൻ. ഏത് തരത്തിലും ഐഡിയലാണ്. വെള്ളത്തിന് പ്രശ്നമില്ല. ഇനി അവിടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ കഞ്ചിക്കോട് തന്നെ വലിയ ഡാം ഉണ്ട്, അവിടെ നിന്ന് വെള്ളം എടുക്കാം. ഡാമിച്ച വലിയൊരു ഏരി പോലത്തെ സ്ഥലമുണ്ട്, അത് വെള്ളമുണ്ട്. വേണമെങ്കിൽ മലമ്പുഴയിൽ നിന്ന് തന്നെ എടുക്കാം. അങ്ങനെയൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു തരത്തിലും. ഇത് ഐഡിയൽ സ്ഥലമാണ്. പക്ഷെ സ്ഥലത്തിന്റെ അതൊന്നും അല്ല പ്രശ്നം, പൊളിറ്റിക്കൽ വില്ലില്ല. അതായത് 44 കൊല്ലത്തെ പാലക്കാട്ടുകാരുടെ കൊതിപ്പിച്ച് കൊണ്ടുപോയ ഇതാ. അതാണ് അതിന്റെ രസം. കൊതിപ്പിച്ച് കളഞ്ഞല്ലോ ഇത്രയും കാലം, 44 വർഷം. എന്തെങ്കിലും ഇത് വരും എന്ന് വിചാരിച്ചിരുന്നല്ലോ. അതെ അതെ. വിഷം തോന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും. അതില് കഥയൊന്നുമില്ല. വലിയ മാറ്റം അല്ല, വലിയ ടൗൺഷിപ്പ് വരില്ലേ. ഈ വിധത്തിൽ ഒരു ഇപ്പോ ചെറിയ 2 പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ, ഇപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്, കമ്പാരിറ്റീവ്ലി 2 ചെറിയ യൂണിയൻ പബ്ലിക് PSU ആണ് അത്. എന്നിട്ട് പോലും അവിടെ സെൻട്രൽ സ്കൂൾ വന്നു അവർക്ക് വേണ്ടി. അതിനാണല്ലോ സെൻട്രൽ സ്കൂള്. അപ്പോ ഇത്രയും വലിയ ആയിരക്കണക്കിന് ആളുകൾ ഡയറക്റ്റ് ജോലി. പിന്നെ ഓക്സിലറി യൂണിറ്റുകൾ വരില്ലേ. ഈ ഒരു കോച്ച് ഫാക്ടറി സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കോച്ചിന് വേണ്ടതായിട്ടുള്ള എന്തെല്ലാം സാധനങ്ങൾ വേണം. ചെറിയ നെറ്റ് ബോൾട്ട് മുതൽ റെക്സിൻ ഉൾപ്പെടെയുള്ള വയറ് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വേണം. അതിന്റെ ഓക്സിലറി യൂണിറ്റ് 100 കണക്കിന് ഓക്സിലറി യൂണിറ്റുകൾ വരും. അങ്ങനെ ഒരു ഹ്യൂജ് ഇൻഡസ്ട്രിയൽ സിറ്റി ആവുമായിരുന്നു. വലിയൊരു നിങ്ങളതിനെ മനസ്സിലാക്കണമെങ്കിൽ പെരാമ്പൂർ ഇത് പോണം.
പിന്നെ വലിയ ഹോസ്പിറ്റൽ വരും, റെയിൽവേയുടെ വലിയ ഹോസ്പിറ്റൽ വരും. ഒരു ടൗൺഷിപ്പല്ലേ ഡെവലപ്പ് ചെയ്യുന്നത്, മൊത്തം ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യല്ലേ. സാധാരണ ഒരു ചെറിയ വ്യവസായം വരുന്ന പോലെയല്ല, ആയിരക്കണക്കിന് ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഓട്ടോറിക്ഷ, ടാക്സി, ചെറിയ ഹോട്ടലുകൾ, ലോഡ്ജുകൾ, പിന്നെ പച്ചക്കറി കടകൾ, പലചരക്ക് കടകൾ, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യ ജീവിതം പുഷ്ടിപ്പെടില്ലേ ഇവിടെ? ഒരു മനുഷ്യ ജീവിതം മുഴുവൻ അവിടെ പുഷ്ടിപ്പെടില്ലേ ചെയ്യുക? ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ദൈനംദിനം ജോലിക്ക് വരുന്നിടത്ത് എത്ര ടാക്സി ഓടണം, എത്ര ഓട്ടോറിക്ഷ ഓടണം, എത്ര പലചരക്ക് കട ഉണ്ടാവും, എത്ര ഹോട്ടൽ വേണം, എന്തെല്ലാം വിധത്തിലാണ് അവിടെ മനുഷ്യ പുരോഗതി ഉണ്ടാവുക. DCC ഓഫീസിൽ ആയിരക്കണക്കിന് അപേക്ഷ, എന്റെ പരിചയക്കാർ എത്ര ആൾക്കാർ കൊടുത്തു. ഒരാള്, ഞാൻ അതൊരു ആക്ഷേപമായിട്ട് പറയല്ല, അന്ന് ഒരാളുടെ 1000 രൂപ ഇതുപോലെ വാങ്ങിയിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു. എനിക്ക് തെളിവില്ല, കാരണം ഇത് വരാൻ പോവല്ല. അപ്പോ ആളുകളുടെ പ്രതീക്ഷ എന്തായെന്ന് വെച്ചാൽ ആദ്യം കൊടുത്തു വെച്ചാൽ ഗ്യാരണ്ടി ഉണ്ടാവുമല്ലോ, പിന്നെ തിരക്കാകുമ്പോഴേക്കും എന്റെ പേര് ആദ്യം കിടന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ പറഞ്ഞത് early 80s ഞാൻ ജനിച്ചു. അപ്പൊ എന്റെ സെക്കൻഡ് ഇയർ ഡിഗ്രി കാല